രണ്ടാഴ്ച വരെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഇത്. സാധാരണ ചമ്മന്തിപ്പൊടിയല്ല, പച്ച മാങ്ങ കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള നല്ല പുളിയുള്ള പച്ചമാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പിന് കണക്ക് പറയുകയാണെങ്കിൽ 250 ml കപ്പിൽ 1 കപ്പാണുള്ളത് കേട്ടോ. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, എന്നാലേ നന്നായിട്ട് ചതഞ്ഞ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അത് അരഞ്ഞങ്ങ് പോകും കേട്ടോ. രണ്ടും ഒരുമിച്ച് ഇതുപോലെ ഇട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ, എന്നാൽ മാത്രമേ മാങ്ങയുടെ അകത്തുള്ള മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് തേങ്ങയിലോട്ട് വലിഞ്ഞ് കിട്ടുള്ളൂ. മാങ്ങയും തേങ്ങയും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അരഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, ഇതിലോട്ട് നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് തെളിഞ്ഞ് വന്ന് തുടങ്ങും. കടുകൊന്ന് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് നമ്മളിനി ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറ്റി നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇത് നല്ലവണ്ണം മൊരിഞ്ഞ് നന്നായിട്ട് വരണം. ഇത് കളറ് കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. മാങ്ങയിൽ വെള്ളാംശമുള്ളതാണ്, തേങ്ങയിലുള്ളതാണ്. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് വരുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ഇതാവുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടോ, ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ആ പാകത്തിന് നന്നായിട്ട് മൂത്ത് നന്നായിട്ട് ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടൊരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഉലുവാപ്പൊടി. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, അതും കുറച്ച് ചേർക്കുന്നുണ്ട്. കായപ്പൊടിയാണ്, അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ ശർക്കര പൊടിച്ച കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാല ഒന്ന് മൂപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലകൾ മുരിഞ്ഞു പോകട്ടോ. മാങ്ങാ ചമ്മന്തിയുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലാട്ടോ ഇപ്പോൾ വരുന്നത്, ആ ഒരു മാങ്ങയുടെയും ആ ഒരു ചമ്മന്തിപ്പൊടിയുടെ മണമാട്ടോ വരുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറ് വേണം കേട്ടോ എടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തായി പോകും. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അത് പൊടിച്ചെടുത്താൽ മതി, ഇല്ലെങ്കിൽ ആവിപ്പ് കയറിയിട്ട് ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് വരാനും പെട്ടെന്ന് ചീത്താവാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ഒരുപാടങ്ങ് മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് നേരം അങ്ങ് പൊടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എണ്ണ പുറത്തോട്ട് തെളിഞ്ഞ് വരും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണേ. അപ്പോൾ നിങ്ങൾക്കിത് ഒരു കുപ്പിയിലടച്ചിട്ട് പുറത്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാട്ടോ അതിനുള്ളത്, പിന്നെ ഒരു എരിവും ഒരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മാങ്ങ അധികം കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയുണ്ടല്ലോ, 2 ആഴ്ചത്തേക്ക് സുഖമാണ്. മാത്രമല്ല നമ്മുടെ സാധാ ചമ്മന്തിപ്പൊടി പോലെയല്ല, കുറച്ചുകൂടി ടേസ്റ്റാണ് ഇതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.